തൃശൂർ ജൂബിലി മിഷൻ അമല ആശുപത്രികളിലെ നഴ്സുമാരുടെ സമരം 105 ദിവസം പിന്നിട്ടു. എന്നാൽ സമരത്തെ അവഗണിക്കുന്ന നടപടിയാണ് സർക്കാർ ഇതുവരെ ചെയ്തത്. സമരം ശക്തമായതോടെ ചർച്ച നടത്താൻ നിർബന്ധിതരായി സർക്കാർ. കഴിഞ്ഞ 3 മാസത്തിലധികമായി നഴ്സുമാർ സമരത്തിലായിരുന്നു. സർക്കാരും മറ്റധികൃതരുമായി ചർച്ചകൾ നടത്താൻ ശ്രമിച്ചിരുന്നെങ്കിലും പല ചർച്ചകളും മാറ്റിവെക്കപ്പെട്ടു. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം ആശുപത്രികളുടെ മാനേജ്മെന്റിന്റെയും തൃശൂർ അതിരൂപതയുടെയും നേതൃത്വത്തിൽ ചർച്ച നടത്തിയെങ്കിലും ചർച്ച വിജയിച്ചില്ല. UDF അധികാരത്തിൽ എത്തുന്നതിന് മുന്നേ സമരക്കാരുമായി സംസാരിച്ച രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ തുടങ്ങിയവർ വേതനം വർദ്ധിപ്പിക്കുമെന്ന് ഉറപ്പു നൽകിയിരുന്നു. VD സതീശനും അതേ നിലപാടാണ് സ്വീകരിച്ചത്. എന്നാൽ UDF അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞ വാക്ക് പാലിച്ചില്ല. ഒടുവിൽ സമരം ശക്തമായതോടെ സർക്കാരിന് മറ്റു വഴികൾ ഇല്ലാതെയായി. ഇതോടെയാണ് ചർച്ചയ്ക്ക് തീരുമാനമായത്. നാളെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലാണ് ചർച്ച. തൊഴിൽ മന്ത്രി, ആരോഗ്യമന്ത്രി, ആശുപത്രി മാനേജ്മെന്റ്, UNA പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും. വേതന വർധനവ് അംഗീകരിച്ചില്ലെങ്കിൽ പ്രതിഷേധം തുടരുമെന്നാണ് സമരക്കാർ വ്യക്തമാക്കുന്നത്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അടിയന്തരമായിട്ട് ഒരാഴ്ചക്കുള്ളിൽ, അതായത് ഒരു 5 ദിവസത്തിനുള്ളിൽ ഒരു ഓർഡർ അങ്ങനെ ഇറക്കി തരും എന്നുള്ളതാണ്. ഇന്നലെയാണെങ്കിൽ പോലും കൃത്യമായിട്ട് ആരോഗ്യമന്ത്രി അത് അറിയിച്ചിട്ടുണ്ട്. നിയമസഭയിൽ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ തീരുമാനം ഉണ്ടാവും തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. നാളെയാണിപ്പം ചർച്ച വിളിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്ത്. മാനേജ്മെൻറ്റുകളും യൂണിയൻ പ്രതിനിധികളായിട്ട് നമ്മളെയും വിളിച്ചിട്ടുണ്ട് ആ മീറ്റിങ്ങിൽ. അപ്പോൾ അതിൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ് അതിലേ അറിയാൻ പറ്റുള്ളൂ. എത്രയാണ് വർധനവെന്നുള്ളതും ബേസിക് സാലറി എത്രയാണ് വരുന്നതെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അതിനകത്ത് അറിയാൻ സാധിക്കും. മിനിമം വേതന നിയമം പാസാക്കിയാൽ മാത്രമേ ശമ്പളം വർദ്ധിപ്പിക്കൂ എന്ന നിലപാടാണ് മാനേജ്മെന്റുകൾക്ക്. അതേസമയം നിയമം പാസാക്കാൻ സർക്കാർ തയ്യാറാകുമോ എന്നാണ് സമരക്കാർ ഉറ്റുനോക്കുന്നത്. മാസങ്ങളേറെയായി ഈ നഴ്സുമാർ ഇവിടെ സമരം ചെയ്യാൻ ആരംഭിച്ചിട്ട്. ന്യായമായ ആവശ്യങ്ങൾ പരിഗണിക്കേണ്ട സർക്കാരാകട്ടെ മുഖം തിരിഞ്ഞ മട്ടിലാണ്. നാളെ തൊഴിൽ വകുപ്പ് മന്ത്രിയുമായി ചർച്ച നടക്കും. ആ ചർച്ചയിൽ അവർ പ്രതീക്ഷിക്കുന്ന ഫലം കണ്ടില്ലെങ്കിൽ സമരം തുടരുമെന്ന് തന്നെയാണ് നഴ്സുമാർ അറിയിച്ചിട്ടുള്ളത്. സജീവ് പൂത്തിങ്കലിനൊപ്പം സരംഗ് PS, കൈരളി ന്യൂസ്, തൃശൂർ.